ഹലോ സുഹൃത്തുക്കളെ, സ്ലീപ്പിംഗ് പില്ലിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഉറക്കമില്ലാത്ത ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഒരു യാത്ര പോകാം. ഇന്ന് നമ്മൾ പോകുന്നത് 1994 മൊറോക്കൻ സഹാറയിലേക്കാണ്. അവിടെ മനുഷ്യന്റെ സഹനശക്തിയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായ മണലാരണ്യത്തിലെ മരത്തോൺ ഡേ സാബിള് ന്റെ അടുത്തേക്ക് ലോകം അത്ഭുതത്തോടെ നോക്കി നിന്ന ആ ഓട്ടമത്സരത്തിനു പിന്നിൽ മണൽക്കാറ്റിൽ മാഞ്ഞുപോയ ഒരൊറ്റ മനുഷ്യന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. വെറുമൊരു ചരിത്രമല്ല, മറിച്ച് ആ സ്വപ്നത്തിന്റെ ഭാഗമായ ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പുകളാണ് ഈ കഥ. കഥ തുടങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം, ഈ രാത്രിയാത്രകൾ നിങ്ങൾക്കിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലീപ്പിംഗ് പിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണിത് കേൾക്കുന്നതെന്നും അവിടെ സമയം എത്രയായെന്നും ഒരു കമന്റ് ഇടാമോ? ആരൊക്കെ ഈ യാത്രയിൽ കൂടെയുണ്ടെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങളെക്കാളുപരി കേൾവിക്കായി തയ്യാറാക്കിയതാണ്. അതിനാൽ ഇനി നിങ്ങളുടെ മുറിയിലെ വെളിച്ചം കുറയ്ക്കാം, ചെവിയിൽ ഹെഡ്ഫോൺ വയ്ക്കാം. ഇന്നത്തെ കഥയിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം. നമ്മുടെ കഥാനായകന്റെ പേര് മൗറോ പ്രോസ്പെരി. ഇറ്റലിയിലെ സിസിലി എന്ന മനോഹരമായ ദ്വീപിൽ നിന്നുള്ള ഒരു 39കാരൻ. പുറമേക്ക് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ. ഒരു പോലീസുകാരൻ, ഒരു ഭർത്താവ്, കുട്ടികളുടെ അച്ഛൻ. പക്ഷേ ആ പോലീസ് യൂണിഫോമിനുള്ളിൽ സാഹസികതയെ പ്രണയിക്കുന്ന, സ്വന്തം പരിധികളെ ഭേദിക്കാൻ വെമ്പുന്ന ഒരു കായിക താരത്തിന്റെ ഹൃദയമുണ്ടായിരുന്നു. മൗറോ വെറുമൊരു ഓട്ടക്കാരനായിരുന്നില്ല. പെൻറ്റാത്തലൻ എന്ന കായിക ഇനത്തിലെ ഒരു അതികായനായിരുന്നു അങ്ങേര്. 5 വ്യത്യസ്ത കായിക ഇനങ്ങൾ ചേർന്ന് ഒന്ന്: ഫെൻസിംഗ്, നീന്തൽ, കുതിരയോട്ടം, ഷൂട്ടിംഗ്, ഓട്ടം. ഇതിന് അപാരമായ ശാരീരികക്ഷമതയും അതിലേറെ മാനസികമായ കരുത്തും വേണം. മൗറോയ്ക്ക് അത് രണ്ടുമുണ്ടായിരുന്നു. സ്ഥിരമായി ചെയ്യുന്ന ജോലിയുടെ ഒരേപോലെയുള്ള ദിവസങ്ങളുടെ ചട്ടക്കൂടിൽ ഒതുങ്ങിയിരിക്കാൻ പുള്ളിയുടെ മനസ്സ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സാഹസികമായ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അങ്ങേർക്കൊരു ശ്വാസമുട്ടലിൽ നിന്നുള്ള മോചനം പോലെയായിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് മരാത്തോൺ ഡേ സാബിൾ എന്ന പേര് മൗറോയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മണലാരണ്യത്തിലെ മാരത്തൺ. പേര് കേട്ടപ്പോൾ തന്നെ അയാളുടെ ഉള്ളിലെ സാഹസികൻ ഉണർന്നു. വെറുമൊരു മാരത്തോൺ അല്ല അത്. 6 ദിവസം 250 കിലോമീറ്റർ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമികളിൽ ഒന്നായ സഹാറയിലൂടെ. ഭക്ഷണവും വെള്ളവും ഉറങ്ങാനുള്ള സാധനങ്ങളും അടക്കം ഏകദേശം 10 കിലോയോളം ഭാരം മുതുകിൽ ചുമന്നുകൊണ്ട് വേണം ഓടാൻ. പകൽ 50 ഡിഗ്രി വരെ ഉയരുന്ന ചൂട്, രാത്രിയിൽ എല്ല് കോച്ചുന്ന തണുപ്പ്. ഇതൊരു ഓട്ടമത്സരമല്ല, അതിജീവനത്തിന്റെ ഒരു പരിശീലന കളരിയാണെന്ന് കേട്ടപ്പോൾ തന്നെ മൗറോ തീരുമാനിച്ചു, തനിക്ക് പോകണം. പക്ഷേ ആ തീരുമാനം വീട്ടിൽ അവതരിപ്പിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഭാര്യ സിൻസിയയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു ആന്തലാണ്. അവൾക്കറിയാം മൗറോയെ തടഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എന്നാലും ഒരു ഭാര്യയുടെ ആശങ്ക അവൾക്ക് മറച്ചുവെക്കാനായില്ല. നിങ്ങൾക്കെന്തിന്റെ കേടാണ് മൗറോ? ഉള്ളതുകൊണ്ട് ജീവിച്ചാ പോരെ? ഈ പിള്ളാരെ എന്നെ ഓർത്തിട്ടെങ്കിലും അടങ്ങിയൊതുങ്ങിയിരുന്നൂടെ? യാത്രയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കുമ്പോൾ അവൾ പരിഭവിച്ചു. മൗറോ അവളുടെ തോളിൽ കൈയിട്ട് ചേർത്തു പിടിച്ചു. സിൻസിയ, ഇത് ഞാനൊന്ന് പോയിട്ട് വന്നില്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോകും. ഇതൊരു ഓട്ടമത്സരം മാത്രമല്ല, എന്നെ തന്നെ കണ്ടെത്താനുള്ളൊരു യാത്ര കൂടിയാണ്. നീ പേടിക്കാതെ, ഞാൻ എല്ലാം ഭദ്രമാക്കിയിട്ടേ പോകൂ. ദിവസങ്ങൾക്കുള്ളിൽ ഞാനിങ്ങെത്തും, ഒരു വിജയിയായിട്ട്. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന പേടിക്ക് മുന്നിൽ അവന്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ടായിരുന്നില്ല. എന്നാലും സൂക്ഷിക്കണമെന്ന് 100 വട്ടം പറഞ്ഞ് നെറുകയിലൊരു ഉമ്മയും നൽകി അവൾ അവനെ യാത്രയാക്കി. സിൻസിയറുടെ ആ മുഖം ഒരുപക്ഷെ വരാനിരിക്കുന്ന ഭീകരമായ ദിവസങ്ങളിൽ അയാളുടെ ഓർമ്മയിലെ ഏറ്റവും വലിയ ശക്തിയാകുമെന്ന് അപ്പോൾ അവരിരുവരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ 1994 തുടക്കത്തിൽ മൗറോ മൊറോക്കോയിൽ വിമാനമിറങ്ങി. മത്സരത്തിന്റെ ബേസ് ക്യാമ്പിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അയാളിൽ ആവേശമുണർത്തി. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള 100 കണക്കിന് മത്സരാർത്ഥികൾ. ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഒരേ തീ. എല്ലാവരും അവരവരുടെ ഭാഷകളിൽ സംസാരിക്കുന്നു, തന്ത്രങ്ങൾ മെനയുന്നു, അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഒരു ഉത്സവത്തിന്റെ പ്രതീതി. അവിടെ വെച്ചാണ് മൗറോ ആദ്യമായി സഹാറയെ അതിന്റെ പൂർണ്ണമായ ഭംഗിയിൽ കാണുന്നത്. അനന്തമായി പരന്നുകിടക്കുന്ന മണൽക്കുന്നുകൾ. സൂര്യരശ്മി തട്ടി ഓരോ നിമിഷവും അവയുടെ നിറം മാറിക്കൊണ്ടേയിരിക്കുന്നു. രാവിലെ സ്വർണ്ണനിറം, ഉച്ചയ്ക്ക് വെള്ളി കലർന്ന മഞ്ഞ, വൈകുന്നേരം കത്തിയെരിയുന്ന ഓറഞ്ച്. രാത്രിയാവുമ്പോൾ ആകാശം മുഴുവൻ നക്ഷത്രങ്ങളെ കൊണ്ട് നിറയും. ഭൂമിയിൽ ഇങ്ങനൊരിടമുണ്ടെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ വശ്യമായ സൗന്ദര്യം അയാളെ ഭയപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ആകർഷിച്ചു.
ഈ മണൽക്കടലിലൂടെ ഓടുക എന്നത് ഒരു വെല്ലുവിളിയല്ല, ഒരു ഭാഗ്യമാണെന്ന് അയാൾക്ക് തോന്നി. മത്സരം തുടങ്ങുന്ന ദിവസം വന്നെത്തി. ഹെലികോപ്റ്ററുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. സംഘാടകർ അവസാനവട്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. എല്ലാവരും സ്റ്റാർട്ടിംഗ് ലൈനിൽ അണിനിരന്നു. കൗണ്ട് ഡൗൺ തുടങ്ങി. 10, 9, 8. ഓരോ അക്കവും താഴേക്ക് വരുന്തോറും മൗറോയുടെ ഹൃദയമിടിപ്പ് കൂടി. സിൻസിയയുടെ മുഖം ഒരു നിമിഷം മനസ്സിൽ മിന്നിമാഞ്ഞു. ഒരു ദീർഘശ്വാസമെടുത്തു. 3, 2, 1, ഗോ! വെടിയൊച്ച മുഴങ്ങിയതും നൂറുകണക്കിന് കാലുകൾ ഒരുമിച്ച് ആ മണലിൽ അമർന്നു. ഒരു പൊടിപടലമുയർന്നു. മൗറോയും ആ കുത്തൊഴുക്കിൽ ചേർന്നു. തുടക്കത്തിലെ ആവേശം കാരണം പലരും അതിവേഗത്തിൽ ഓടാൻ ശ്രമിച്ചു. പക്ഷേ പരിചയസമ്പന്നനായ മൗറോയ്ക്ക് അറിയാമായിരുന്നു, ഇതൊരു സ്പ്രിന്റല്ല, ഒരു മാരത്തോണാണെന്ന്. ഊർജം കരുതി വയ്ക്കണം. അയാൾ സ്വന്തമായി ഒരു താളം കണ്ടെത്തി. അതിൽ ഓട്ടം തുടർന്നു. ആദ്യത്തെ ദിവസം അയാൾക്ക് വളരെ എളുപ്പമുള്ളതായി തോന്നി. കുന്നുകൾ കയറിയിറങ്ങുമ്പോൾ കിതച്ചെങ്കിലും പെൻഡാത്തലൻ നൽകിയ പരിശീലനം തുണയായി. ഓരോ ചെക്ക് പോയിന്റിലും എത്തുമ്പോൾ കിട്ടുന്ന വെള്ളം അയാൾക്ക് അമൃതുപോലെ തോന്നി. രാത്രിയിൽ താൽക്കാലിക ടെന്റുകളിൽ മറ്റു മത്സരാർത്ഥികളോടൊപ്പം ഉറങ്ങുമ്പോൾ അന്നത്തെ ദിവസത്തെക്കുറിച്ചോർത്ത് അയാൾക്ക് അഭിമാനം തോന്നി. ഓട്ടത്തിന്റെ താളം അയാളുടെ ഹൃദയമിടിപ്പുമായി ചേർന്നപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് അയാൾക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. സഹാറ തന്റെ മാന്ത്രിക സൗന്ദര്യത്തിന് പിന്നിലൊളിപ്പിച്ചുവച്ച കെണികളെക്കുറിച്ചും മനുഷ്യന്റെ അഹങ്കാരത്തെ ഒരു മണൽത്തരിയുടെ വില പോലും ഇല്ലാതാക്കി മാറ്റാൻ കഴിവുള്ള അതിന്റെ ഭീകരമായ ശക്തിയെക്കുറിച്ചും. മത്സരത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസങ്ങൾ മൗറോയ്ക്കൊരു സ്വപ്നം പോലെയാണ് കടന്നുപോയത്. അയാളുടെ ശരീരം സഹാറയുടെ താളവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. പകൽ സമയത്തെ കഠിനമായ ചൂടിനോടും രാത്രിയിലെ തണുപ്പിനോടും ഒരു കായിക താരത്തിന്റെ അച്ചടക്കത്തോടെ അയാൾ പൊരുത്തപ്പെട്ടു. ഓരോ ചെക്ക് പോയിന്റും പിന്നിടുമ്പോൾ അയാളുടെ ആത്മവിശ്വാസം കൂടിക്കൂടി വന്നു. മുൻനിരയിലുള്ള ഓട്ടക്കാർക്കൊപ്പം തന്നെയായിരുന്നു അയാളുടെ സ്ഥാനം. മരുഭൂമിയിലെ ജീവിതം വിചിത്രമായ ഒന്നായിരുന്നു. അവിടെ ശത്രുക്കളും മിത്രങ്ങളുമില്ല. ഓട്ടത്തിനിടയിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും സഹയാത്രികർ മാത്രം. ഭാഷ പോലും ഒരു തടസ്സമായിരുന്നില്ല. ഒരു പുഞ്ചിരി കൊണ്ടോ വെള്ളക്കുപ്പി നീട്ടിക്കൊണ്ടോ തളർന്നിരിക്കുമ്പോൾ തോളിലൊന്ന് തട്ടിക്കൊണ്ടോ അവർ പരസ്പരം സംസാരിച്ചു. പക്ഷേ ഓട്ടം പുരോഗമിക്കുമ്പോൾ ആ കൂട്ടം പതിയെ ചിതറിത്തുടങ്ങി. ഓരോരുത്തരും അവരവരുടെ വേഗതയിലും താളത്തിലും ഓടുമ്പോൾ ഇടയ്ക്കുവെച്ച് കാണാതാവുകയും പിന്നെ ഏതെങ്കിലും ചെക്ക് പോയിന്റിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്യും. അങ്ങനെ ഓട്ടത്തിന്റെ 4-ാം ദിവസമെത്തി. അന്നത്തെ ദിവസം കലണ്ടറിൽ ഒരു ചുവന്ന വട്ടമിട്ടതുപോലെയായിരുന്നു. മാരത്തണിലെ ഏറ്റവും കഠിനമായ, ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം. ഒറ്റയടിക്ക് വിശ്രമമില്ലാതെ ഏകദേശം 80 മുതൽ 90 കിലോമീറ്റർ വരെ ഓടിത്തീർക്കണം. പകൽ തുടങ്ങി രാത്രിയും പിന്നിട്ട് അടുത്ത ദിവസം പുലർച്ചയോടെ അവസാനിക്കുന്ന ഒരു ഭ്രാന്തനോട്ടം. ഈ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് മത്സരം ജയിക്കാൻ തന്നെ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അന്ന് രാവിലെ മൗറോ ഉണർന്നപ്പോൾ ആകാശത്തിന് പതിവില്ലാത്തൊരു തെളിച്ചമുണ്ടായിരുന്നു. കാറ്റും വളരെ ശാന്തം. ഒരു കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയാണിതെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. അയാൾ പതിവിലും കൂടുതൽ വെള്ളം തന്റെ ബാഗിൽ നിറച്ചു. ഊർജം നൽകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ എളുപ്പത്തിലെടുക്കാൻ പാകത്തിന് വെച്ചു. ഇനി ഒരു നീണ്ട യുദ്ധമാണ് മുന്നിലുള്ളത്. ഓട്ടം തുടങ്ങി. ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾ അയാൾ മികച്ച രീതിയിലോടി. സൂര്യൻ മധമുകളിലെത്തിയപ്പോൾ ചൂട് അതിന്റെ പാരമ്യത്തിലെത്തി. മണൽ ഒരു തീക്കനൽ പോലെ കാലിനടിയിൽ പൊള്ളിച്ചു. ദൂരെ ചൂടുകൊണ്ട് വായു ഇളകിയാടുന്നത് കാണാമായിരുന്നു. മരീചികകൾ തടാകങ്ങളാണെന്ന് തോന്നിപ്പിച്ച് അയാളെ പലതവണ പറ്റിച്ചു. ഉച്ച കഴിഞ്ഞതോടെയാണ് കാര്യങ്ങൾ പതിയെ മാറാൻ തുടങ്ങിയത്. അതുവരെ ശാന്തമായിരുന്ന കാറ്റിന്റെ സ്വഭാവം മാറി. അതൊരു നേർത്ത ചൂളമടിയോടെ വീശാൻ തുടങ്ങി. ആദ്യം അതൊരാശ്വാസമായാണ് മൗറോയ്ക്ക് തോന്നിയത്. വിയർപ്പുള്ള ശരീരത്തിൽ കാറ്റടിക്കുമ്പോൾ ഒരു തണുപ്പ്. പക്ഷേ മിനിറ്റുകൾ കഴിയുന്തോറും കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വന്നു. അത് വെറുമൊരു കാറ്റായിരുന്നില്ല. മണൽത്തരികളെ വാരിയെടുത്ത് ഒരു സൂചി കൊണ്ട് കുത്തുന്നതുപോലെ അത് ശരീരത്തിൽ കൊള്ളാൻ തുടങ്ങി. അയാൾക്ക് മുന്നോട്ടോടാൻ പ്രയാസം തോന്നി. കാറ്റ് അവനെ പിന്നോട്ട് തള്ളുന്നതുപോലെ. അയാൾ മുഖം മറിക്കുന്ന തുണി ഒന്നുകൂടി മുറുക്കി. ദൂരെ ചക്രവാളത്തിൽ അയാൾ ഒരു മാറ്റം ശ്രദ്ധിച്ചു. തെളിഞ്ഞ നീലാകാശം ഒരു ചെമ്പുപാത്രം പോലെ നിറം മാറാൻ തുടങ്ങി. പതിയെ അതൊരു മഞ്ഞ കലർന്ന തവിട്ടു നിറവായി. പരിചയസമ്പന്നരായ ഓട്ടക്കാർക്ക് അതൊരു അപായ സൂചനയായിരുന്നു. വരുന്നത്
സഹാറയുടെ രൗദ്രഭാവമാണ് സിമൂം എന്നറിയപ്പെടുന്ന മണൽക്കാറ്റ്. മണൽക്കാറ്റ് വന്നാൽ ഓട്ടം നിർത്തുക, എവിടെയെങ്കിലും ഇരിക്കുക, കാറ്റ് തീരുന്നതുവരെ കാത്തിരിക്കുക. സംഘാടകരുടെ ആ നിർദ്ദേശം അയാളുടെ തലച്ചോറിൽ ഒരു സൈറൻ പോലെ മുഴങ്ങി. കാഴ്ച മങ്ങിത്തുടങ്ങി. 10 അടി മുന്നോട്ട് പോലും കാണാൻ വയ്യാത്ത അവസ്ഥ. ലോകം ഒരു മഞ്ഞ പുകയ്ക്കുള്ളിൽ ഒളിച്ചതുപോലെ. തനിക്കു മുന്നിലായി ഓടിയിരുന്ന ജർമ്മൻകാരനായ ഓട്ടക്കാരൻ ഒരു നിഴൽ പോലെ ആ മഞ്ഞയിൽ അലിഞ്ഞില്ലാതാവുന്നത് അയാൾ കണ്ടു. താൻ ഒറ്റയ്ക്കാണെന്ന ഭയം അയാളെ പിടികൂടി. അയാൾ ഓട്ടം നിർത്തി. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. വായിലും മൂക്കിലും ചെവിയിലുമെല്ലാം മണൽ കയറുന്നു. അയാൾ വേഗം ഒരു ചെറിയ മണൽക്കുന്നിന്റെ മറവു പറ്റി നിലത്തിരുന്നു. തലമുടിയിൽ കെട്ടിയിരുന്ന ബാൻഡ് ഊരിയെടുത്ത് അയാൾ അതുകൊണ്ട് മുഖം വരിഞ്ഞു മുറുക്കി. എന്നിട്ട് ഒരു ഗർഭസ്ഥ ശിശുവിനെപ്പോലെ അയാൾ ആ മണലിൽ ചുരുണ്ടുകൂടി. അടുത്ത കുറച്ചു മണിക്കൂറുകൾ ഒരു നരകമായിരുന്നു. കാറ്റ് ഒരു ഭ്രാന്തനെപ്പോലെ അലറി വിളിച്ചു. അതിന്റെ ശബ്ദം ഒരു വിമാനം തൊട്ടടുത്തു വന്ന് പറക്കുന്നതുപോലെ തോന്നി. സൂര്യൻ പൂർണ്ണമായി മറഞ്ഞു. പകൽ സമയം ഒരു പാതിരാത്രി പോലെയായി. മണൽ അയാളുടെ ശരീരത്തെ ഒരു പുതപ്പുപോലെ മൂടി. ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു. ഓരോ നിമിഷവും താൻ ജീവനോടെ ഈ മണലിനടിയിൽ കുഴിച്ചുമുടപ്പെടുമോ എന്ന് അയാൾ ഭയന്നു. ഈ ലോകം അവസാനിക്കാൻ പോകുകയാണോ? തന്റെ ജീവിതത്തിലെ അവസാനത്തെ നിമിഷങ്ങളാണോ ഇത്? സിൻസിയയുടെയും മക്കളുടെയും മുഖം ഒരു മിന്നായം പോലെ അയാളുടെ അടഞ്ഞ കണ്ണുകൾക്ക് മുന്നിലൂടെ കടന്നുപോയി. സമയം എത്ര കടന്നുപോയെന്നാൽ അയാൾക്കൊരു ഓർമ്മയുമില്ലായിരുന്നു. ഒരുപക്ഷെ 4 മണിക്കൂർ, അല്ലെങ്കിൽ 8. ഒരു യുഗം മുഴുവൻ ആ കാറ്റിന്റെ ഗർജനത്തിനുള്ളിൽ താൻ ജീവിച്ചു തീർത്തതുപോലെ അയാൾക്ക് തോന്നി. ആ ഭീകരമായ ഇരമ്പലല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലില്ലെന്ന് അയാൾ വിശ്വസിച്ചു തുടങ്ങിയ നിമിഷം പതിയെ പതിയെ കാറ്റിന്റെ ശക്തി കുറയാൻ തുടങ്ങി. ആ ഭ്രാന്തമായ അലർച്ച ഒരു മുരളലായി, പിന്നെ ഒരു നേർത്ത തേങ്ങലായി, ഒടുവിൽ പൂർണ്ണമായും നിലച്ചു. ചുറ്റും വീണ്ടും ആ ഭയപ്പെടുത്തുന്ന നിശബ്ദത വന്നു നിറഞ്ഞു. മൗറോ അനങ്ങിയില്ല. താൻ ജീവനോടെയുണ്ടോ എന്നുപോലും അയാൾക്ക് സംശയമുണ്ടായിരുന്നു. അയാൾ പതിയെ കൈകൾ ചലിപ്പിച്ചു, പിന്നെ കാലുകൾ. ശരീരത്തിനു മുകളിൽ ഒരു കനത്ത ഭാരം പോലെ മണൽ അടിഞ്ഞുകൂടിയിരുന്നു. സർവശക്തിയും എടുത്ത് അയാൾ ആ മണൽക്കൂന തട്ടിമാറ്റി എഴുന്നേറ്റു. അയാൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കിയ ആ നിമിഷം അയാളുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയതുപോലെ തോന്നി. ഇത് താൻ നേരത്തെ കണ്ട സ്ഥലമല്ല. എല്ലാം മാറിയിരിക്കുന്നു. കാറ്റിനു മുൻപുണ്ടായിരുന്ന മണൽക്കുന്നുകളൊന്നും അവിടെയില്ല. പ്രകൃതി ഒരു കുട്ടിയെപ്പോലെ താൻ വരച്ച ചിത്രം ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അതെല്ലാം മായ്ച്ചുകളഞ്ഞ് പുതിയൊരെണ്ണം വരച്ചതുപോലെ. വഴിയോ അടയാളങ്ങളോ മറ്റു മത്സരാർത്ഥികളുടെ കാൽപ്പാടുകളോ ഒന്നുമില്ല. അനന്തമായി നീണ്ടുകിടക്കുന്ന അപരിചിതമായ മണൽക്കുന്നുകൾ മാത്രം. അയാളുടെ ലോകം പൂർണ്ണമായും മായ്ക്കപ്പെട്ടിരുന്നു. ആ വലിയ മരുഭൂമിയുടെ ഹൃദയത്തിൽ ആകാശത്തിനും മണലിനുമിടയിൽ ഒരു ചെറിയ പൊട്ടുപോലെ അയാൾ മാത്രം ബാക്കിയായി. കാറ്റിന്റെ ഗർജനം നിലച്ചപ്പോൾ വന്ന നിശ്ശബ്ദതയ്ക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. ചെവിയിൽ വന്ന് എന്തോ അമർത്തിപ്പിടിക്കുന്നതുപോലൊരു ഭാരം. മൗറോ പ്രോസ്പെരി ആ പുതിയ ലോകത്തേക്ക് കണ്ണു തുറന്നു. അയാളുടെ മുൻപിൽ അതുവരെ താൻ കണ്ട സഹാറയായിരുന്നില്ല അത്. പ്രകൃതി അതിന്റെ ഭീമാകാരമായ കൈകൊണ്ട് പഴയ ചിത്രം തുടച്ചു നീക്കി ഓർമ്മയിൽ നിന്ന് പുതിയൊരെണ്ണം വരച്ചതുപോലെ. കുന്നുകളുടെ സ്ഥാനങ്ങൾ മാറിയിരിക്കുന്നു. ചിലത് അപ്രത്യക്ഷമായിരിക്കുന്നു. പുതിയവ രൂപം കൊണ്ടിരിക്കുന്നു. അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു തണുപ്പ് അരിച്ചു കയറാൻ തുടങ്ങി. താൻ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. മത്സരത്തിന്റെ പാത ഏതു ദിശയിലാണ്? തനിക്ക് മുന്നോട്ടു പോയവന്റെയോ പിന്നാലെ വരുന്നവന്റെയോ ഒരു കാൽപ്പാടടയാളം പോലുമില്ല. കാറ്റ് സർവ്വതും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം അയാളുടെ കാലുകൾക്ക് താഴെയുള്ള ഭൂമി ഇളകുന്നതുപോലെ തോന്നി, തല ചുറ്റുന്നതുപോലെ. ഭയം അതിന്റെ തണുത്ത വിരലുകൾ കൊണ്ട് അയാളുടെ നട്ടെല്ലിൽ തൊട്ടു. ഈ അനന്തമായ മണൽക്കടലിൽ താൻ ഒറ്റയ്ക്കാണെന്ന യാഥാർത്ഥ്യം ഒരു ഇരുമ്പുഗോളം പോലെ അയാളുടെ നെഞ്ചിൽ വന്നു പതിച്ചു. ശാന്തനാകൂ മൗറോ, അയാൾ സ്വയം പറഞ്ഞു. അയാളുടെ ശബ്ദം ആ നിശ്ശബ്ദതയിൽ നേർത്ത് ഒരു പ്രതിധ്വനി പോലുമില്ലാതെ അലിഞ്ഞുപോയി. നീ ഒരു പോലീസുകാരനാണ്. പ്രതിസന്ധികളെ നേരിടാൻ പരിശീലനം കിട്ടിയവനാണ്. ചിന്തിക്കൂ, യുക്തിപരമായി ചിന്തിക്കൂ. ആന്തരികമായ ആ ശബ്ദം അയാളെ തകർന്നു പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തി. അയാൾ തന്റെ മുതുകിലെ ബാഗ് ഒന്നുകൂടി മുറുക്കി. അതിനകത്തെ സാധനങ്ങളുടെ ഭാരം
അയാൾക്ക് ചെറിയൊരാശ്വാസം നൽകി. താൻ പൂർണ്ണമായും നിസ്സഹായനല്ല എന്നൊരോർമ്മപ്പെടുത്തൽ. അപ്പോഴാണ് സംഘാടകർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അയാളുടെ ഓർമ്മയിലേക്ക് വന്നത്. ഒരുപക്ഷേ 100 വട്ടം അവർ ആവർത്തിച്ച ഒരു നിയമം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വഴിതെറ്റുകയോ അപകടം സംഭവിക്കുകയോ ചെയ്താൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക. ഒരടി മുന്നോട്ടോ പിന്നോട്ടോ വെക്കരുത്. ഒരു രക്ഷാപ്രവർത്തന വിമാനം ആകാശത്ത് നിങ്ങളെ തിരയും. അവർ പറക്കുന്നത് മത്സരത്തിന്റെ യഥാർത്ഥ പാതയിലൂടെയായിരിക്കും. നിങ്ങൾ ഒരിടത്തു തന്നെ നിന്നാൽ നിങ്ങളെ കണ്ടെത്താൻ എളുപ്പമാണ്. നിങ്ങൾ നടന്നു തുടങ്ങിയാൽ ഓരോ ചുവടും നിങ്ങളെ രക്ഷയിൽ നിന്ന് അകറ്റുകയായിരിക്കും ചെയ്യുന്നത്. അതായിരുന്നു ശരിയായ തീരുമാനം, ബുദ്ധിപരമായ നീക്കം. ലോകത്തിലെ ഏതൊരു അതിജീവന വിദഗ്ധനും നൽകുന്ന ഉപദേശവും അതുതന്നെയായിരിക്കും. അവിടെ ഇരിക്കുക. രക്ഷാപ്രവർത്തകർ വരുന്നതുവരെ കാത്തിരിക്കുക. മൗറോ ഒരു നിമിഷം ആലോചിച്ചു. താനൊരു മണൽക്കുന്നിന്റെ മുകളിൽ കയറിയിരുന്ന് തന്റെ കയ്യിലുള്ള ഫ്ലയർ ഗൺ ഉപയോഗിച്ച് ആകാശത്തേക്ക് സിഗ്നൽ നൽകിയാൽ മതി. അല്ലെങ്കിൽ തന്റെ യാർക്ക് നിറമുള്ള ജാക്കറ്റ് ഒരു കൊടി പോലെ വീശിയാൽ മതി. അവർ വരും, തീർച്ചയായും വരും. പക്ഷേ ആ ചിന്ത മൗറോയുടെ ഉള്ളിലെ കായികതാരത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാത്തിരിക്കുകയോ? ഒന്നും ചെയ്യാതെ വിധിയെ പഴിച്ച് മറ്റൊരാളുടെ ദൈവിനായി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയോ? അത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ്. ആ ആശയം തന്നെ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു. താൻ ഒരു പോരാളിയാണ്, അല്ലാതെ സഹായത്തിനായി കരയുന്ന ഒരു സാധാരണക്കാരനല്ല. അയാളുടെ തലച്ചോറ് അതിവേഗം പ്രവർത്തിച്ചു. എത്ര നേരം ഞാനിവിടെ കാത്തിരിക്കണം? ഒരുപക്ഷേ മണിക്കൂറുകൾ, അല്ലെങ്കിൽ ദിവസങ്ങൾ. ഈ മണൽക്കാറ്റിൽ എല്ലാവരും ചിതറിപ്പോയിട്ടുണ്ടാവാം. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ തന്നെ സമയമെടുക്കും. എന്റെ കയ്യിലുള്ള വെള്ളവും ഭക്ഷണവും പരിമിതമാണ്. പിന്നെ അയാളുടെ മനസ്സിൽ ഏറ്റവും വലിയ പിഴവിലേക്ക് നയിച്ച ആ ചിന്ത രൂപപ്പെട്ടു. മണൽക്കാറ്റ് ശക്തമായിരുന്നു, ശരി തന്നെ. പക്ഷേ അതെന്നെ എത്ര ദൂരം തള്ളിനീക്കിയിട്ടുണ്ടാവും? ഒരുപക്ഷേ 5 കിലോമീറ്റർ, കൂടിപ്പോയാൽ 10. മത്സരപാത തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഞാനൊന്ന് ശ്രമിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ അവിടെയെത്താം. എന്തിനാണ് വിലപ്പെട്ട സമയം ഇവിടെയിരുന്ന് പാഴാക്കുന്നത്? പക്ഷേ ആ ചിന്ത മൗറോയുടെ ഉള്ളിലെ കായികതാരത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാത്തിരിക്കുകയോ? ഒന്നും ചെയ്യാതെ വിധിയെ പഴിച്ച് മറ്റൊരാളുടെ ദൈവിനായി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയോ? അത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ്. ആ ആശയം തന്നെ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു. താൻ ഒരു പോരാളിയാണ്, അല്ലാതെ സഹായത്തിനായി കരയുന്ന ഒരു സാധാരണക്കാരനല്ല. അയാളുടെ തലച്ചോറ് അതിവേഗം പ്രവർത്തിച്ചു. എത്ര നേരം ഞാനിവിടെ കാത്തിരിക്കണം? ഒരുപക്ഷേ മണിക്കൂറുകൾ, അല്ലെങ്കിൽ ദിവസങ്ങൾ. ഈ മണൽക്കാറ്റിൽ എല്ലാവരും ചിതറിപ്പോയിട്ടുണ്ടാവാം. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ തന്നെ സമയമെടുക്കും. എന്റെ കയ്യിലുള്ള വെള്ളവും ഭക്ഷണവും പരിമിതമാണ്. പിന്നെ അയാളുടെ മനസ്സിൽ ഏറ്റവും വലിയ പിഴവിലേക്ക് നയിച്ച ആ ചിന്ത രൂപപ്പെട്ടു. മണൽക്കാറ്റ് ശക്തമായിരുന്നു, ശരി തന്നെ. പക്ഷേ അതെന്നെ എത്ര ദൂരം തള്ളിനീക്കിയിട്ടുണ്ടാവും? ഒരുപക്ഷേ 5 കിലോമീറ്റർ, കൂടിപ്പോയാൽ 10. മത്സരപാത തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഞാനൊന്ന് ശ്രമിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ അവിടെയെത്താം. എന്തിനാണ് വിലപ്പെട്ട സമയം ഇവിടെയിരുന്ന് പാഴാക്കുന്നത്? അതൊരു ചൂതാട്ടമായിരുന്നു. സ്വന്തം ഊഹങ്ങളെയും ആത്മവിശ്വാസത്തെയും അമിതമായി ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വലിയ ചൂതാട്ടം. മണൽക്കാറ്റ് അയാളെ ഏകദേശം 30 കിലോമീറ്ററിലധികം ദൂരേക്ക് മത്സരപാതയിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായൊരു ദിശയിലേക്ക് തള്ളിമാറ്റിയിരുന്നു എന്ന യാഥാർത്ഥ്യം അയാൾ അറിഞ്ഞിരുന്നില്ല. അവിടെ തന്നെ കാത്തിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ 12 മണിക്കൂറിനുള്ളിൽ അയാളെ കണ്ടെത്തുമായിരുന്നു. പക്ഷെ മൗറയുടെ മനസ്സ് മറ്റൊരു തീരുമാനമെടുത്തിരുന്നു. അയാൾ തന്റെ ബാഗിൽ നിന്ന് കോമ്പസും ഭൂപടവും പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അയാളത് നിവർത്തി. സൂര്യന്റെ സ്ഥാനം നോക്കി അയാൾ ഏകദേശ ദിശ മനസ്സിലാക്കി. കോമ്പസ് വടക്ക് കിഴക്ക് ദിശ കാണിച്ചു. ഭൂപടം അനുസരിച്ച് ആ ദിശയിൽ നേരെ പോയാൽ അടുത്ത ചെക്ക് പോയിന്റ് എത്തണം. ഒരു പുതിയ ആത്മവിശ്വാസം അയാളിൽ നിറഞ്ഞു. എനിക്കിത് സാധിക്കും, അയാൾ ഉറപ്പിച്ചു. ഞാൻ വഴി കണ്ടെത്തും. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് താൻ ചെയ്യാൻ പോകുന്നതെന്നറിയാതെ മത്സരത്തിന് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, വിദഗ്ധരുടെ ഉപദേശം കാറ്റിൽ പറത്തിക്കൊണ്ട് മൗറോ പ്രോസ്പെരി ആ മായ്ക്കപ്പെട്ട ലോകത്ത്
തന്റെ ആദ്യത്തെ ചുവടുവെച്ചു. അത് പ്രതീക്ഷയുടെ ഒരു ചുവടുവെപ്പായിരുന്നു. സ്വന്തം കഴിവിലുള്ള വിശ്വാസത്തിന്റെ ചുവടുവെപ്പായിരുന്നു. പക്ഷെ വാസ്തവത്തിൽ അത് രക്ഷയിൽ നിന്നുള്ള ഓരോ ചുവടും അകന്നുപോവാനുള്ള ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. സഹാറയുടെ വിശാലമായ ശൂന്യതയിലേക്ക്, മരണത്തിന്റെ തണുത്ത ആഘോഷങ്ങളിലേക്ക് അയാൾ അറിയാതെ നടന്നു തുടങ്ങുകയായിരുന്നു. ഒരു പുതിയ നിശ്ചയദാർഢ്യത്തോടെ മൗറോ പ്രോസ്പെരി നടക്കാൻ തുടങ്ങി. കോമ്പസ് കാണിച്ച വടക്ക് കിഴക്ക് ദിശയെ ഒരു വേദവാക്യം പോലെ വിശ്വസിച്ച് അയാൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. അയാളുടെ ഉള്ളിലെ കായികതാരം ഉണർന്നിരുന്നു. ഇതൊരു പുതിയ മത്സരമാണ്, പ്രകൃതിക്കെതിരെയുള്ളൊരു മത്സരം. ഇതിൽ താൻ വിജയിക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ മണലിലൂടെയുള്ള നടത്തം അയാൾ വിചാരിച്ചതിലും എത്രയോ കഠിനമായിരുന്നു. ഓരോ കാൽവെപ്പിലും കണങ്കാലോളം മണലിൽ താഴ്ന്നുപോയി. അടുത്ത ചുവടുവെക്കാനായി കാലുയർത്തുമ്പോൾ ഒരു വലിയ ഭാരം കൂടി ഉയർത്തേണ്ടി വന്നു. ടാറിട്ട റോഡിലൂടെ 10 കിലോമീറ്റർ ഓടുന്നതിനേക്കാൾ ശ്രമകരമായിരുന്നു മണലിലൂടെയുള്ള 1 കിലോമീറ്റർ നടത്തം. മിനിറ്റുകൾക്കുള്ളിൽ അയാളുടെ നെറ്റിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകാൻ തുടങ്ങി. കിതപ്പ് ഒരു താളം പോലെയായി. സൂര്യൻ ആകാശത്ത് ഒരു തീഗോളം പോലെ ജ്വലിച്ചു നിന്നു. മേഘത്തിന്റെ ഒരു തുണ്ടുപോലുമില്ലാത്തതുകൊണ്ട് അതിന്റെ ചൂട് ഒരു മറയുമില്ലാതെ നേരെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. ചുറ്റുമുള്ള മണൽ ഒരു കണ്ണാടി പോലെ ആ ചൂടിനെ പ്രതിഫലിപ്പിച്ചപ്പോൾ ഒരു വലിയ അടുപ്പിനകത്ത് അകപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി. ശരീരത്തിലെ ജലാംശം വിയർപ്പായി അതിവേഗം പുറത്തേക്ക് ഒഴുകിപ്പോയി. അയാൾ തന്റെ വെള്ളക്കുപ്പി പുറത്തെടുത്തു. അതിന്റെ അടപ്പ് തുറക്കുമ്പോൾ ഒരു തുള്ളി പോലും താഴെ പോകാതിരിക്കാൻ അയാൾ അതീവ ശ്രദ്ധാലുവായിരുന്നു. ഒരൊറ്റ കവിൾ വെള്ളം അത് തൊണ്ടയിലൂടെ മെല്ലെ ഇറങ്ങിപ്പോകുമ്പോൾ കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷെ ആ ആശ്വാസം നിമിഷനേരം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. വീണ്ടും തൊണ്ട വരണ്ടു. കൂടുതൽ കുടിക്കാനുള്ള ആഗ്രഹം അടക്കിപ്പിടിച്ച് അയാൾ കുപ്പി ഭദ്രമായി അടച്ചു ബാഗിൽ വെച്ചു. ഓരോ തുള്ളിക്കും ജീവന്റെ വിലയുണ്ടെന്ന് അയാളുടെ ശരീരം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. അയാൾ നടന്നു, പിന്നെയും നടന്നു. പക്ഷെ ചുറ്റുമുള്ള കാഴ്ചകൾക്ക് ഒരു മാറ്റവുമില്ല. എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെയുള്ള മണൽക്കുന്നുകൾ. ചക്രവാളം ഒരു വൃത്തം പോലെ അയാളെ വലയം ചെയ്തിരുന്നു. താനൊരു വലിയ പാത്രത്തിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഉറുമ്പാണെന്ന് അയാൾക്ക് തോന്നി. മനുഷ്യന്റെ സാന്നിധ്യമറിയിക്കുന്ന ഒരു ചെറിയ അടയാളം പോലും അയാൾ കണ്ടില്ല. ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു സിഗരറ്റ് കുറ്റിയോ വായുവിൽ പറക്കുന്ന ഒരു കടലാസ് തുണ്ടോ ഒന്നുമില്ല. താൻ ഈ ഭൂമിയിൽ പൂർണ്ണമായും ഒറ്റയ്ക്കാണെന്ന ചിന്ത അയാളുടെ ആത്മവിശ്വാസത്തെ കാർന്നു തിന്നാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം സൂര്യൻ ചക്രവാളത്തിലേക്ക് താഴാൻ തുടങ്ങിയപ്പോൾ ആകാശം രക്തം പോലെ ചുമന്നു. മണൽക്കുന്നുകളുടെ നിഴലുകൾക്ക് നീളം വെച്ചു. പകലിന്റെ തീവ്രമായ ചൂടിന് പതിയെ ശമനമായി. പകരം മരുഭൂമിയിലെ തണുപ്പ് അരിച്ചുകയറാൻ തുടങ്ങി. അയാൾ നടപ്പ് നിർത്തി. ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് ശരീരം പറയുന്നു. ഒരു മണൽക്കുന്നിന്റെ ചെരുവിൽ കാറ്റിൽ നിന്ന് അല്പം മറ കിട്ടുന്ന ഒരിടം അയാൾ കണ്ടെത്തി. ബാഗിൽ നിന്ന് സ്ലീപ്പിംഗ് ബാഗ് പുറത്തെടുത്ത് നിലത്തു വിരിച്ചു. ക്ഷീണം കൊണ്ട് ശരീരം തളർന്നിരുന്നു. ബാഗിൽ നിന്ന് ഉണങ്ങിയ കുറച്ചു പഴങ്ങളും ഒരു എനർജി ബാറും എടുത്ത് അയാൾ കഴിച്ചു. വിശപ്പുണ്ടായിട്ടല്ല, ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം. ആ രാത്രിയായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ രാത്രികളിലൊന്ന്. ഇരുട്ട് വീണതോടെ ലോകം പൂർണ്ണമായും നിശബ്ദമായി. ആകാശത്ത് കോടാനുകോടി നക്ഷത്രങ്ങൾ ഒരു വെള്ളിപ്പരവതാനി വിരിച്ചതുപോലെ തിളങ്ങി നിന്നു. നഗരത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ച അയാൾക്ക് അതൊരു പുതിയ കാഴ്ചയായിരുന്നു. പക്ഷെ ആ ഭംഗി അയാളുടെ ഏകാന്തത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ ആരും കാണാതെ, ആരും അറിയാതെ ഈ മണലിൽ താൻ ഇല്ലാതായിപ്പോയാൽ ആർക്കാണ് നഷ്ടം? ഈ നക്ഷത്രങ്ങൾക്കൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. സിൻസിയായുടെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞുവന്നു. അവളിപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? താൻ ഫിനിഷിംഗ് ലൈനിൽ എത്തിയില്ല എന്നറിഞ്ഞപ്പോൾ അവൾ എത്രമാത്രം പരിഭ്രാന്തയായിട്ടുണ്ടാവും. സംഘാടകരെ വിളിച്ച് കരയുന്നുണ്ടാവും. ആ ഓർമ്മ അയാളുടെ നെഞ്ചിൽ ഒരു കല്ലുപോലെ ഭാരം വെച്ചു. ഞാൻ തിരിച്ചുവരും സിൻസിയ, നിനക്കുവേണ്ടി ഞാൻ തിരിച്ചുവരും. അയാൾ ആ ഇരുട്ടിൽ ആരോടെന്നില്ലാതെ മന്ത്രിച്ചു. ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഓരോ ചെറിയ ശബ്ദവും അയാളെ ഞെട്ടിച്ചു. കാറ്റിൽ മണൽത്തരികൾ സ്ലീപ്പിംഗ് ബാഗിന് മുകളിൽ വീഴുന്ന ശബ്ദം ഏതോ ഇഴജന്തു അടുത്തേക്ക് വരുന്നതുപോലെ അയാൾക്ക് തോന്നി. ദൂരെ ഏതോ മൃഗത്തിന്റെ നേർത്ത കരച്ചിൽ കേട്ടപ്പോൾ അയാൾ ശ്വാസം അടക്കിപ്പിടിച്ചു കിടന്നു. ഓരോ നിമിഷവും ഭയം അയാളുടെ ഉറക്കം കെടുത്തി. സഹാറ രാത്രിയിൽ മറ്റൊരു ലോകമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു.
പകൽ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയാണെങ്കിൽ രാത്രിയിൽ അവൾ നിങ്ങളെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഒരു ഭീകര സത്വമാണ്. പുലർച്ചെ കിഴക്ക് വെള്ള കീറിത്തുടങ്ങിയപ്പോൾ തന്നെ അയാൾ എഴുന്നേറ്റു. ശരീരമാസകലം വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിശ്രമിക്കാൻ സമയമില്ല. സൂര്യൻ ഉദിച്ചുയർന്ന് ചൂടുകൂടുന്നതിനു മുൻപ് യാത്ര തുടങ്ങണം. കോമ്പസ് വീണ്ടും വടക്ക് കിഴക്ക് ദിശ കാണിച്ചു. ഒരു തുള്ളി വെള്ളം കൂടി കുടിച്ച് അയാൾ തന്റെ യാത്രയുടെ 2-ാം ദിവസം ആരംഭിച്ചു. അയാൾക്കറിയില്ലായിരുന്നു ഓരോ ചുവടും അയാളെ മത്സരപാതയിൽ നിന്നും മനുഷ്യവാസമുള്ള ലോകത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ അകലേക്ക്, സഹാറയുടെ ഹൃദയഭാഗത്തേക്ക്, ആരും തിരികെ വരാത്ത ആ ശൂന്യതയിലേക്കാണ് നയിക്കുന്നതെന്ന്. മൗറോയുടെ യാത്രയുടെ 2-ാം ദിവസം ഉദിച്ചത് ഇന്നലത്തേക്കാൾ ക്രൂരനായ ഒരു സൂര്യനുമായാണ്. ആകാശത്ത് ഒരിടത്തും ഒരു മേഘത്തിന്റെ തുണ്ടുപോലുമില്ല. സൂര്യരശ്മികൾ ഒരു മറയുമില്ലാതെ തീയമ്പുകൾ പോലെ വന്ന് തറച്ചു. അയാളുടെ തൊണ്ടയിലെ ഉമിനീർ പൂർണ്ണമായും വറ്റി. ഒരുതരം പശ പോലെയായി. നാക്ക് വായിലൊട്ടാൻ തുടങ്ങി. ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും ചൂടുകാട്ട് തൊണ്ടയെ പൊള്ളിച്ചു. അയാളുടെ നടത്തത്തിന്റെ വേഗത കുറഞ്ഞിരുന്നു. ആദ്യത്തെ ദിവസത്തെ ആത്മവിശ്വാസം പതിയെ മാഞ്ഞുപോയി. പകരം സംശയങ്ങൾ മുളപൊട്ടാൻ തുടങ്ങി. താൻ ശരിയായ ദിശയിലാണോ പോകുന്നത്? അതോ സഹാറയുടെ അനന്തമായ ശൂന്യതയിൽ താൻ വട്ടം കറങ്ങുകയാണോ? കോമ്പസ് അപ്പോഴും വടക്ക് കിഴക്ക് ദിശ തന്നെ കാണിച്ചു. പക്ഷേ ആ ദിശയിൽ പ്രതീക്ഷയുടെ ഒരു തുരുത്തും കാണാനുണ്ടായിരുന്നില്ല. സിൻസിയയുടെ മുഖം, കുട്ടികളുടെ ചിരി, ആ ഓർമ്മകൾക്ക് പോലും ചൂടുകൊണ്ടൊരു മങ്ങൽ വീണു തുടങ്ങിയിരുന്നു. അയാളുടെ ചിന്തകൾ ചിതറിപ്പോകാൻ തുടങ്ങി. ചിലപ്പോൾ താൻ സിസിലിയിലെ തന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സ്വപ്നം കാണും. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ചുണ്ടോടടുപ്പിക്കുമ്പോൾ ഞെട്ടിയുണർന്ന് താൻ സഹാറയിലാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരും. ഉച്ചയോടെ അയാളുടെ ശരീരത്തിലെ ഊർജം ഏകദേശം പൂർണ്ണമായും തീർന്നു. ഓരോ ചുവടും ഒരു മല കയറുന്നതുപോലെ അയാൾക്ക് തോന്നി. ഒരു മണൽക്കുന്നിന്റെ മുകളിലെത്തിയ അയാൾ തളർന്ന് മണലിലേക്കൂർന്നിരിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൂരെ ചക്രവാളത്തിൽ അത് കണ്ടത്. അവ്യക്തമായ ഒരു രൂപം. അതൊരു മണൽക്കുന്നല്ല. അതിനൊരു കൃത്യമായ ഘടനയുണ്ട്. മനുഷ്യൻ പണിത എന്തിന്റെയോ ഒരു രൂപം. ഒരു നിമിഷം അയാൾ കണ്ണുകൾ ഇറുക്കിയണച്ച് വീണ്ടും തുറന്നു. അതവിടെ തന്നെയുണ്ട്. കടുത്ത ചൂടിൽ വായു ഇളകിയാടുന്നതുകൊണ്ട് ആ രൂപം ഒരു ഓളത്തിലെന്ന പോലെ വെട്ടിവിറയ്ക്കുന്നുണ്ടായിരുന്നു. മരീചിക. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. സഹാറയുടെ ഏറ്റവും വലിയ ചതി. വെള്ളമുണ്ടെന്ന് തോന്നിപ്പിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോൾ അപ്രത്യക്ഷമാകുന്ന കള്ളൻ. അയാൾ ആ കാഴ്ചയെ അവഗണിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും അങ്ങോട്ടു പാളി വീണു. അതൊരു മരീചികയാണെങ്കിൽ പോലും ഒരു പ്രതീക്ഷയുടെ തുണ്ട് അതിലുണ്ടായിരുന്നു. അതല്ല, അതൊരു യഥാർത്ഥ കെട്ടിടമാണെങ്കിലോ? അവിടെ വെള്ളമുണ്ടാകാം, ഒരുപക്ഷേ മനുഷ്യരുണ്ടാകാം, രക്ഷപ്പെടാനുള്ള ഒരു വഴി. ആ ചിന്ത അയാളുടെ തളർന്ന ശരീരത്തിലേക്ക് അവസാന തുള്ളി ഊർജവും പകർന്നു നൽകി. അവസാനത്തെ ഒരു ശ്രമം അയാൾ സ്വയം പറഞ്ഞു. അതൊരു മരീചികയാണെങ്കിൽ ഞാനിവിടെ വീണു മരിക്കും, അതല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും. ആ ദിശ ലക്ഷ്യമാക്കി അയാൾ നടക്കാൻ തുടങ്ങി. അതൊരു നടത്തമായിരുന്നില്ല, ശരീരത്തെ മുന്നോട്ട് വലിച്ചിഴിക്കുന്നതുപോലെയായിരുന്നു. ഓരോ ചുവടും ഒരു യുദ്ധം ജയിക്കുന്നതുപോലെയായിരുന്നു. ദൂരം കുറയുന്തോറും ആ രൂപം കൂടുതൽ വ്യക്തമായി വന്നു. അതൊരു മരീചികയല്ല, അതൊരു യഥാർത്ഥ കിടഭമനറ്റി. ആ തിരിച്ചറിവ് നൽകിയ ആനന്ദത്തിൽ അയാൾ കരഞ്ഞുപോയി. കണ്ണുനീർ അയാളുടെ വരണ്ട കവിളുകളിലൂടെ ഒഴുകിയിറങ്ങി ഉപ്പുരസമുള്ളൊരു പാത വരച്ചു. മണിക്കൂറുകൾ നീണ്ട വേദന നിറഞ്ഞ ആ നടത്തത്തിനൊടുവിൽ അയാൾ അതിന്റെ അടുത്തെത്തി. പഴകിപ്പൊളിഞ്ഞ ഒരു കല്ല് കെട്ടിടമായിരുന്നു അത്. അതിന്റെ മേൽക്കൂര ഒരു താഴിക കുടം പോലെയായിരുന്നു. പകുതിയോളം മണലിൽ ആഴ്ന്നുപോയിരുന്നു. മരുഭൂമിയിലെ സഞ്ചാരികൾക്ക് പ്രാർത്ഥിക്കാനും വിശ്രമിക്കാനും വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണിത ഒരു മരാബോട്ട് ആയിരുന്നു അത്. ഒരു മുസ്ലിം പുണ്യാളന്റെ ശവകുടീരം. അതിന്റെ പഴക്കം അയാളെ ഭയപ്പെടുത്തിയില്ല. മറിച്ച് അതൊരു അടയാളമായി അയാൾക്ക് തോന്നി. വർഷങ്ങളായി എത്രയെത്ര മനുഷ്യർ ഈ വഴി കടന്നുപോയിരിക്കുന്നു. അവർക്കെല്ലാം അഭയം നൽകിയ ഒരിടം. അയാൾ തനിച്ചല്ല എന്നൊരു തോന്നൽ ആദ്യമായി അയാളുടെ മനസ്സിൽ നിറഞ്ഞു. വെള്ളം. അതായിരുന്നു അയാളുടെ തലച്ചോറിലെ ഒരേയൊരു വാക്ക്. ഒരുപക്ഷെ ഇതിനകത്തൊരു കിണറുണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചുപോയ ഒരു വെള്ളക്കുപ്പി, അതുമല്ലെങ്കിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്ന ഏതെങ്കിലും ഭാഗം. ക്ഷീണം മറന്ന് അയാൾ ആവേശത്തോടെ ആ കെട്ടിടത്തിന്റെ തകർന്ന വാതിലിലൂടെ അകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചു. കാലുകൾ തമ്മിലിടറി അയാൾ നിലത്തേക്ക് വീണു.
പക്ഷേ അയാൾ പിന്മാറിയില്ല. കൈകൾ കൊണ്ട് നിലത്ത് താങ്ങി ഒരു മൃഗത്തെപ്പോലെ എഴിഞ്ഞ് അയാൾ ആ കെട്ടിടത്തിന്റെ തണലിലേക്ക്, അതിന്റെ ഇരുട്ടിലേക്ക് പ്രവേശിച്ചു. ആ തണുത്ത തറയിൽ കവിളമർത്തി കിടക്കുമ്പോൾ അയാളുടെ ഹൃദയം ഒരു പെരുമ്പര പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രതീക്ഷയുടെ പെരുമ്പര. താൻ രക്ഷപ്പെട്ടുവെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ആ പഴയ മരാബൌട്ടിന്റെ തണുപ്പുള്ള തറയിൽ മുഖം അമർത്തിക്കിടക്കുമ്പോൾ മൗറോ പ്രോസ്പെരിയുടെ ശരീരം ഒരു നിമിഷം ശാന്തമായി. പുറത്തെ ചുട്ടുപൊള്ളുന്ന ലോകത്തിൽ നിന്ന് അതൊരു സ്വർഗം പോലെ അയാൾക്കു തോന്നി. കാലങ്ങളായി പൊടിയടിഞ്ഞുകൂടിയ ചിലന്തിവലകൾ നിറഞ്ഞ ആ മുറിക്കുള്ളിലെ പഴകിയ ഗന്ധം പോലും അയാൾക്ക് ആശ്വാസം നൽകി. താൻ സുരക്ഷിതനാണെന്നൊരു തോന്നൽ അയാളെ പൊതിഞ്ഞു. കുറച്ചു നിമിഷത്തെ വിശ്രമത്തിനു ശേഷം അയാൾ പതിയെ എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കി. കണ്ണുകൾ ഇരുട്ടുമായി പൊരുത്തപ്പെടാൻ സമയമെടുത്തു. അതൊരു ചെറിയ മുറിയായിരുന്നു. കല്ലുകൾ അടർന്നു വീണ ചുമരുകൾ, മണൽക്കാട്ടിൽ നിന്ന് രക്ഷ നേടാൻ ഉള്ളിലേക്ക് കയറിയ മണൽ ഒരു കോണിൽ കുന്നുകൂടി കിടക്കുന്നു. അയാളുടെ കണ്ണുകൾ പരതിയത് ഒരേ ഒരു കാര്യത്തിനു വേണ്ടിയായിരുന്നു: വെള്ളം. അയാൾ ഓരോ മൂലയിലും പരതി. പൊട്ടിയ മൺപാത്രങ്ങളുടെ കഷ്ണങ്ങൾക്കിടയിൽ, പൊടി പിടിച്ചു കിടന്ന പഴയ തുണിക്കഷ്ണങ്ങൾക്കടിയിൽ. പക്ഷേ ഒരിടത്തും ഒരു തുള്ളി വെള്ളത്തിന്റെ അംശം പോലും ഇല്ലായിരുന്നു. അയാളുടെ പ്രതീക്ഷ ഒരു ചില്ലുപാത്രം പോലെ പതിയെ പൊട്ടിച്ചിതറാൻ തുടങ്ങി. കെട്ടിടത്തിന്റെ പുറത്തിറങ്ങി ചുറ്റും നടന്നു നോക്കി. ഒരു കിണറോ വെള്ളക്കെട്ടോ ഒന്നുമില്ല. നിരാശയോടെ അയാൾ തിരികെ അകത്തുവന്ന് ആ തകർന്ന ചുമരിൽ ചാരിയിരുന്നു. അയാളുടെ വെള്ളക്കുപ്പിയിലെ അവസാനത്തെ തുള്ളിയും ഇന്നലെ തീർന്നിരുന്നു. തൊണ്ട ഒരു മുള്ളുപോലെ വലിഞ്ഞു മുറുകി. ശരീരത്തിലെ കോശങ്ങളെല്ലാം വെള്ളത്തിനു വേണ്ടി നിലവിളിക്കുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. ഇവിടെയും വെള്ളമില്ലെങ്കിൽ ഇനി മുന്നോട്ടു പോകാൻ തനിക്ക് സാധിക്കില്ല. ഈ പഴയ കെട്ടിടം തന്റെ ശവകുടീരമായി മാറുമെന്ന് അയാൾക്ക് തോന്നി. അപ്പോഴാണ് അയാൾക്ക് ആ ചിന്ത വന്നത്. ഒരുപക്ഷെ അറുപ്പുളവാക്കുന്ന, പക്ഷേ ജീവൻ നിലനിർത്താൻ നിർബന്ധിതമായ ഒരു ചിന്ത. ഡോക്ടർമാർ പറയുന്നതും പുസ്തകങ്ങളിൽ വായിച്ചതുമായ ഒരു അറിവ് അയാളുടെ ഓർമ്മയിലേക്ക് വന്നു. കഠിനമായ നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ അവസാനത്തെ ആശ്രയമെന്ന നിലയ്ക്ക് സ്വന്തം മൂത്രം കുടിക്കുക. അതിൽ ശരീരത്തിനാവശ്യമില്ലാത്ത മാലിന്യങ്ങളുണ്ടെങ്കിലും 95% ജലമാണ്. ആ ചിന്ത അയാളെ വല്ലാതെ മടിപ്പിച്ചു. താൻ ഇത്രയും തരം താഴ്ന്നു പോകണമോ? പക്ഷെ മറുഭാഗത്ത് മരണത്തിന്റെ തണുത്ത മുഖമുണ്ടായിരുന്നു. ജീവിക്കാനുള്ള ആഗ്രഹം മറ്റെല്ലാ അറപ്പുകളെയും ഇല്ലാതാക്കി. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ തന്റെ ഒഴിഞ്ഞ വെള്ളക്കുപ്പിയെടുത്തു. അതിലേക്ക് അയാൾ മൂത്രമൊഴിച്ചു. അതിന്റെ രൂക്ഷമായ ഗന്ധവും കടുത്ത മഞ്ഞുനിറവും കണ്ടപ്പോൾ അയാൾക്ക് ഓക്കാനം വന്നു. ഒരു നിമിഷം അയാൾ മടിച്ചുനിന്നു. പക്ഷെ കണ്ണുകൾ ഇറുക്കിയടച്ച് ശ്വാസം ഹബസ് ചെയ്ത് അയാൾ ആ കുപ്പി വായിലേക്ക് കമിഴ്ത്തി. ചൂടുള്ളതും ഉപ്പുരസമുള്ളതുമായ ആ ദ്രാവകം തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോയപ്പോൾ അയാളുടെ ശരീരം ഒന്ന് വിറച്ചു. ഛർദ്ദിക്കാതിരിക്കാൻ അയാൾ പാടുപെട്ടു. അതൊരു അമൃതായിരുന്നില്ല, പക്ഷെ അത് അയാളുടെ വറ്റിവരണ്ട തൊണ്ടയെ നനച്ചു. കുറച്ചു നിമിഷത്തേക്ക് ശരീരത്തിലെ കോശങ്ങളുടെ നിലവിളിക്ക് ഒരു ശമനമുണ്ടായി. ക്ഷീണിതനായ ആ തറയിലിരിക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം അയാളെ വേട്ടയാടി. സ്വന്തം മൂത്രം കുടിച്ച് എത്ര ദിവസം തനിക്ക് മുന്നോട്ടു പോകാൻ കഴിയും? 1-2 ദിവസം. അതിനപ്പുറം ശരീരത്തിലെ മാലിന്യങ്ങൾ വർദ്ധിച്ച് കിഡ്നി തകരാറിലാവും. അയാൾ നിസ്സഹായനായ ആ മുറിയുടെ മേൽക്കൂരലിലേക്ക് നോക്കി. ഇരുണ്ട മൂലയിൽ എന്തോ ഒന്ന് അനങ്ങുന്നതുപോലെ അയാൾ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. ഒരു കൂട്ടം വവ്വാലുകൾ, ഏകദേശം 20ഓളം വവ്വാലുകൾ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. പകൽ വെളിച്ചത്തിൽ നിന്ന് രക്ഷ നേടി ഉറങ്ങുകയാണവ. ഒരു നിമിഷം അയാളുടെ തലച്ചോറിലൂടെ ഒരു ചിന്ത മിന്നൽ പോലെ പാഞ്ഞുപോയി. വവ്വാലുകൾ സസ്തനികളാണ്. അവയുടെ ശരീരത്തിൽ രക്തമുണ്ട്. രക്തത്തിൽ ജലാംശമുണ്ട്. ഇല്ല, തനിക്കതിന് കഴിയില്ല. ഒരു ജീവിയെ കൊല്ലുക, അതിന്റെ പച്ചരക്തം കുടിക്കുക. മൗറോ പ്രോസ്പെരി എന്ന പരിഷ്കൃതനായ മനുഷ്യൻ അതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ അയാളുടെ ഉള്ളിലെ പ്രാകൃതനായ മനുഷ്യൻ പതിയെ ഉണരുകയായിരുന്നു. അതിജീവനത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹം മറ്റെല്ലാ ചിന്തകളെയും അടിച്ചമർത്തി. വിശപ്പും ദാഹവും ഒരു ഭ്രാന്തായി മാറുമ്പോൾ ശരിയും തെറ്റുമില്ല, ജീവൻ മാത്രമേയുള്ളൂ. അയാൾ പതിയെ എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ ഒരു കള്ളനെപ്പോലെ അയാൾ ആ വവ്വാലുകളുടെ അടുത്തേക്കു നീങ്ങി. കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി അയാൾ മുറുകെ പിടിച്ചിരുന്നു. ഒരൊറ്റ ചാട്ടത്തിന് അയാൾ 2 എണ്ണത്തിനെ പിടികൂടി. അവയുടെ ചിറകടിയുടെ ശബ്ദവും നേർത്ത കരച്ചിലും ആ നിശബ്ദമായ മുറിയിൽ മുഴങ്ങി. അയാൾക്ക് ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. കണ്ണുകൾ ഇറുക്കിയടച്ച് അയാൾ ആ കത്തികൊണ്ട് അവയുടെ കഴുത്തറുത്തു.
ചൂടുള്ള രക്തം അയാളുടെ കൈകളിലൂടെ ഒഴുകിയിറങ്ങി. അയാൾ ആ ചെറിയ ശരീരങ്ങളെ ഒരു പാത്രം പോലെ പിടിച്ച് അതിൽ നിന്ന് ഇറ്റുവീഴുന്ന രക്തത്തുള്ളികൾ തന്റെ വരണ്ട വായിലേക്ക് വീഴ്ത്തി. ലോഹത്തിന്റെ ചുവയുള്ള ചൂടുള്ള ആ രക്തം തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ സ്വയം വെറുത്തുപോയി. താൻ എന്താണീ ചെയ്യുന്നത്? താനൊരു മൃഗമായി മാറുകയാണോ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ആ നിമിഷം ആ തകർന്ന പള്ളിയുടെ കല്ലുകൾക്ക് സാക്ഷിയായി മൗറോ പ്രോസ്പെരി എന്ന സിസിലിക്കാരനായ പോലീസുകാരൻ മരിക്കുകയായിരുന്നു. പകരം സഹാറയുടെ കാടൻ നിയമങ്ങൾ പഠിച്ച, അതിജീവനത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പുതിയ മനുഷ്യൻ ജനിക്കുകയായിരുന്നു. ആ വവ്വാലുകളുടെ രക്തവും മാംസവും അയാൾക്ക് അടുത്ത കുറച്ചു മണിക്കൂറുകൾ കൂടി ജീവിക്കാനുള്ള ഊർജം നൽകി. പക്ഷേ അതിന് അയാൾ നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. സ്വന്തം മനുഷ്യത്വത്തിന്റെ ഒരു ഭാഗം. വവ്വാലുകളുടെ രക്തം നൽകിയ ഊർജം മണിക്കൂറുകൾക്കുള്ളിൽ ഇല്ലാതായി. അതോടൊപ്പം മൗറോയുടെ ഉള്ളിലെ അവസാനത്തെ പ്രതീക്ഷയുടെ കണികയും വറ്റിവരണ്ടു. ആ പഴയ മരാബൌട്ട് ആദ്യം ഒരഭയകേന്ദ്രമായി തോന്നിയെങ്കിലും ഇപ്പോൾ അതൊരു ശവകല്ലറയായി അയാൾക്ക് അനുഭവപ്പെട്ടു. അതിന്റെ കല്ലുചുമരുകൾ അയാളെ ഞെരുക്കുന്നതുപോലെ, അതിന്റെ ഇരുണ്ട മൂലകൾ അയാളെ പരിഹസിച്ച് ചിരിക്കുന്നതുപോലെ. ദിവസങ്ങൾ ഏതാണെന്നോ സമയമെത്രയായെന്നോ അയാൾക്കൊരു ബോധവുമില്ലാതായി. പുറത്ത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു. പക്ഷേ മൗറോയുടെ ലോകം ആ 4 ചുമരുകൾക്കുള്ളിലൊതുങ്ങി. ദാഹം ഒരു ഭീകര സത്വമായി അയാളെ വേട്ടയാടി. തൊണ്ടയിൽ മണൽക്കടലാസുകൊണ്ട് ഉരസുന്നതുപോലെ തോന്നി. ചിന്തകൾക്കൊരു വ്യക്തതയുമില്ലായിരുന്നു. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ചിലപ്പോൾ താൻ സിസിലിയിലെ വീട്ടിലെ തീന്മേശയ്ക്ക് മുന്നിലിരിക്കുന്നത് അയാൾ കാണും. മുന്നിൽ സിൻസിയെ വിളമ്പിവെച്ച സ്വാദിഷ്ടമായ ഭക്ഷണം. മേശയുടെ നടുക്ക് തണുത്ത വെള്ള നിറച്ച ഒരു വലിയ ജഗ്. അതിലെ ജലകണങ്ങൾ പുറത്തേക്കൊലിച്ചിറങ്ങുന്നത് അയാൾക്ക് കാണാമായിരുന്നു. ഒരു ഗ്ലാസ് എടുത്ത് ആ ജഗ്ഗിൽ നിന്ന് വെള്ളം പകർന്ന് ചുണ്ടോടടുപ്പിക്കുന്ന നിമിഷം ഒരു ഞെട്ടലോടെ അയാൾ ഉണരും. മുന്നിൽ പൊടിപിടിച്ച തറയും ഇരുണ്ട ചുമരുകളും മാത്രം. ആ തിരിച്ചറിവ് നൽകുന്ന വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. രക്ഷാപ്രവർത്തകർ തന്നെ തേടി വരുമെന്നുള്ള പ്രതീക്ഷ അയാൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ തിരച്ചിൽ നിർത്തിയിട്ടുണ്ടാവാം. മണൽക്കാറ്റിൽ അകപ്പെട്ടു മരിച്ചുപോയ നൂറുകണക്കിന് ആളുകളിൽ ഒരാളായി തന്റെ പേരും അവർ എഴുതി ചേർത്തിട്ടുണ്ടാവാം. സിൻസിയ ഇപ്പോൾ ഒരു വിധവയുടെ കറുത്ത വസ്ത്രം അണിഞ്ഞിട്ടുണ്ടാവാം. ആ ഓർമ്മ അയാളുടെ ഹൃദയത്തെ ഒരു കത്തികൊണ്ട് കീറി മുറിക്കുന്നതുപോലെ വേദനിപ്പിച്ചു. ഇനി വയ്യ, അയാൾ സ്വയം മന്ത്രിച്ചു. ഇവിടെ കിടന്ന് ഓരോ നിമിഷവും ദാഹം കൊത്തിവലിച്ച് വേദന തിന്ന് പതുക്കെ മരിക്കുന്നതിനേക്കാൾ ഭേദം ഈ വേദന സ്വയം അവസാനിപ്പിക്കുന്നതാണ്. അതൊരു ഭീരുവിന്റെ തീരുമാനമായിരുന്നില്ല, മറിച്ച് സർവ്വതും നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അവസാനത്തെ തിരഞ്ഞെടുപ്പായിരുന്നു. ഈ ലോകത്തോട് വിട പറയുന്നതിനു മുൻപ് അയാൾക്ക് അവസാനമായി ഒരു കാര്യം ചെയ്യണമായിരുന്നു. സിൻസിയയ്ക്ക് വേണ്ടി ഒരു സന്ദേശം. ഒരുപക്ഷെ എന്നെങ്കിലും ആരെങ്കിലും ഈ വഴി വരുമ്പോൾ തന്റെ അസ്ഥികൂടത്തിനരികിൽ നിന്ന് അത് കണ്ടെടുക്കുമായിരിക്കും. അയാൾ തന്റെ ബാഗ് പരതി. എഴുതാനൊരു പേപ്പറോ പേനയോ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു എനർജി ബാറിന്റെ പെട്ടിയിൽ നിന്ന് കീറിയെടുത്ത ഒരു ചെറിയ കാർഡ്ബോർഡ് കഷ്ണം അയാൾ കണ്ടെടുത്തു. എഴുതാനായി ആ മുറിയുടെ ഒരു കോണിൽ കിടന്ന കരിഞ്ഞ മരക്കഷ്ണം ഉപയോഗിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ ആ കാർഡ്ബോർഡ് കഷണത്തിൽ അയാൾ കുറിച്ചു: പ്രിയപ്പെട്ട സിൻസിയ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെയും നമ്മുടെ മക്കളെയും ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷേ എനിക്കിനി മുന്നോട്ടു പോകാൻ ശക്തിയില്ല. എന്റെ ശരീരം തളർന്നു. ഈ മരുഭൂമി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എന്നെ ഓർത്ത് അധികം കരയരുത്. നിങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് ഞാൻ പോകുന്നത്. അവസാനത്തെ വാക്ക് എഴുതി തീർന്നപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ ആ കാർഡ്ബോർഡ് കഷ്ണം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുറേ നേരം കരഞ്ഞു. പിന്നീട് ആരെങ്കിലും വന്നാൽ എളുപ്പത്തിൽ കാണാൻ പാകത്തിന് ഒരു കല്ലിനടിയിൽ അത് വെച്ചു. ഇനിയെല്ലാം അവസാനിപ്പിക്കാം. അയാൾ തന്റെ ബാഗിൽ നിന്ന് ആ ചെറിയ കത്തി പുറത്തെടുത്തു. വവ്വാലുകളെ കൊല്ലാനുപയോഗിച്ച അതേ കത്തി. അതിന്റെ മൂർച്ചയുള്ള അഗ്രത്തിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ കൈകൾ വിറച്ചു. ഒരു നിമിഷം ജീവിതത്തിലെ നല്ല ഓർമ്മകളെല്ലാം ഒരു സിനിമയിലെന്ന പോലെ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. സിൻസിയായി ആദ്യമായി കണ്ടത് മക്കളുടെ ജനനം, അവരോടൊപ്പം കളിച്ച നിമിഷങ്ങൾ. ഒരു ദീർഘശ്വാസമെടുത്തു. ഇനി വേദന മാത്രമേ ബാക്കിയുള്ളൂ. അയാൾ തന്റെ ഇടതുകൈ മുന്നോട്ട് നീട്ടി. കത്തിയുടെ അഗ്രം
കൈത്തണ്ടയിലെ നീലഞരമ്പിലമർത്തി. ഒരു നിമിഷത്തെ മടിക്കു ശേഷം സർവശക്തിയുമെടുത്ത് അയാൾ ആഴത്തിലൊരു മുറിവുണ്ടാക്കി. ചൂടുള്ള രക്തം പുറത്തേക്കൊഴുകാൻ തുടങ്ങി. പക്ഷേ അതൊരു കുത്തൊഴുക്കായിരുന്നില്ല. ദിവസങ്ങളോളം വെള്ളം കുടിക്കാത്തതുകൊണ്ട് നിർജ്ജലീകരണം സംഭവിച്ച അയാളുടെ രക്തം കട്ട പിടിച്ചതുപോലെ കട്ടിയുള്ളതും കറുത്ത നിറത്തിലുള്ളതുമായിരുന്നു. അത് വളരെ പതുക്കെയാണ് പുറത്തേക്ക് വന്നത്. വേദനയോടെ അയാൾ ആ മുറിയുടെ തറയിലേക്ക് ചാലിയിരുന്നു. രണ്ടാമത്തെ കൈത്തണ്ടയിലും അയാൾ അതേപോലെ മുറിവുണ്ടാക്കി. അയാൾ കണ്ണുകൾ അടച്ചു. ലോകം പതിയെ നിശബ്ദമാവുന്നത് അയാൾ അറിഞ്ഞു. തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. സിൻസിയയുടെ മുഖമായിരുന്നു അയാളുടെ മനസ്സിൽ അവസാനമായി തെളിഞ്ഞത്. സഹാറയുടെ ആ പുരാതനമായ കല്ലറയിൽ മൗറോ പ്രോസ്പെരി എന്ന മനുഷ്യൻ മരണത്തിന്റെ തണുത്ത പുതപ്പ് പുതച്ച് അവസാനത്തെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മരണം ഒരു തണുത്ത പുഴ പോലെയായിരുന്നു. മൗറോ പ്രോസ്പെരി ആ പുഴയിലേക്ക് പതിയെ താഴ്ന്നുപോയി. ശരീരത്തിലെ അവസാനത്തെ ചൂടും വാർന്നുപോകുന്നത് അയാൾ അറിഞ്ഞു. ചുറ്റുമുള്ള ലോകം ഒരു ഇരുണ്ട തുരങ്കത്തിലേക്ക് ചുരുങ്ങി. അതിന്റെ അറ്റത്ത് ഒരു നേരിയ വെളിച്ചം മാത്രം. വേദനകളില്ലാത്ത, ദാഹമില്ലാത്ത, ഭയമില്ലാത്ത ഒരു ലോകത്തേക്കുള്ള കവാടമായിരുന്നു അത്. അയാൾ ആ വെളിച്ചത്തിലേക്ക്, ആ ശാന്തതയിലേക്ക് പൂർണ്ണമായും ലയിക്കാൻ തയ്യാറായി. പക്ഷേ ആ ശാന്തത അധികനേരം നീണ്ടുനിന്നില്ല. അവ്യക്തമായ എന്തോ ഒന്ന് അയാളുടെ ബോധത്തെ തിരികെ വിളിക്കാൻ ശ്രമിക്കുന്നതുപോലെ, ദൂരെ എവിടെയോ നിന്നു വരുന്നതുപോലൊരു വെളിച്ചം. അയാളുടെ അടഞ്ഞുകിടക്കുന്ന കൺപോരകളെ അത് അലോസരപ്പെടുത്തി. ഇല്ല, എന്നെ വെറുതെ വിടൂ. അയാളുടെ മനസ്സ് നിലവിളിച്ചു, എനിക്ക് തിരികെ വരേണ്ട. പക്ഷേ ആ വെളിച്ചം ശക്തമായിക്കൊണ്ടേയിരുന്നു. അതോടൊപ്പം അയാളുടെ ശരീരത്തിലെ വേദനകളും തിരികെ വരാൻ തുടങ്ങി. തൊണ്ടയിലെ വരൾച്ച, കൈത്തണ്ടയിലെ നീറ്റൽ, വിശപ്പിന്റെ കാളിച്ച, മരണത്തിന്റെ ശാന്തതയിൽ നിന്ന് ജീവിതത്തിന്റെ നരകത്തിലേക്ക് ആരോ അയാളെ ബലമായി പിടിച്ചുവലിക്കുന്നതുപോലെ. കനത്ത ഭാരമുള്ള കൺപോളകൾ അയാൾക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ വെളിച്ചം ഒരു പുലരിയുടേതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആ പഴയ മരാബൌട്ടിന്റെ തകർന്ന മേൽക്കൂരയിലൂടെ സൂര്യരശ്മികൾ അകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഒരു പുലരി, താൻ ആഗ്രഹിക്കാത്ത ഒരു പുലരി. അവിശ്വസനീയതയോടെ അയാൾ പതിയെ കണ്ണുകൾ തുറന്നു. കാഴ്ച മങ്ങിയതായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം ഒരു മൂടൽ മഞ്ഞിലെന്ന പോലെ അയാൾ തന്റെ കൈകളിലേക്ക് നോക്കി. രക്തം കട്ടപിടിച്ച് കറുപ്പ് നിറത്തിലായി മുറിവുകളെ അടച്ചുകളഞ്ഞിരിക്കുന്നു. അയാൾ മരിച്ചിട്ടില്ല. ഈ സത്യം ഒരു ഇടുത്തി പോലെയാണ് അയാളുടെ ബോധത്തിൽ വന്നു തറച്ചത്. ഭയമോ സന്തോഷമോ അല്ല, വല്ലാത്തൊരു ആശയക്കുഴപ്പമാണ് അയാൾക്ക് തോന്നിയത്. ഇതെങ്ങനെ സംഭവിച്ചു? താൻ മരിക്കേണ്ടതായിരുന്നല്ലോ. അയാൾക്ക് അപ്പോൾ അറിയില്ലായിരുന്നു, അതിജീവനത്തിനായുള്ള അയാളുടെ ശരീരത്തിന്റെ അടങ്ങാത്ത ആഗ്രഹമാണ് ആ അദ്ഭുതം പ്രവർത്തിച്ചതെന്ന്. ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ കഠിനമായ നിർജ്ജലീകരണം സംഭവിച്ചതുകൊണ്ട് അയാളുടെ രക്തം അസാധാരണമാം വിധം കട്ടിയുള്ളതായി മാറിയിരുന്നു. ഞരമ്പുകൾ മുറിച്ചപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നതുപോലെ രക്തം കുതിച്ചൊഴുകുന്നതിന് പകരം അത് പതുക്കെ പുറത്തേക്ക് വരികയും പെട്ടെന്ന് തന്നെ കട്ടപിടിച്ച് ഒരു സ്വാഭാവിക ബാൻഡേജ് പോലെ മുറിവുകളെ അടയ്ക്കുകയും ചെയ്തു. അയാളുടെ ശരീരം തന്നെ അയാളുടെ മരണത്തെ തടഞ്ഞു നിർത്തി. അയാൾ ആ തറയിൽ മലർന്നു കിടന്നു. മേൽക്കൂരയിലെ വിടവിലൂടെ കാണുന്ന ആകാശത്തിന്റെ തുണ്ടിലേക്ക് നോക്കി. താൻ തോറ്റുപോയിരിക്കുന്നു. മരിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല. ഒരു നിമിഷം അയാൾ പൊട്ടിക്കരയാൻ ആഗ്രഹിച്ചു. പക്ഷെ കണ്ണുനീർ വരാൻ മാത്രം ജലാംശം പോലും അയാളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. അങ്ങനെ കിടക്കുമ്പോൾ പതിയെ പതിയെ അയാളുടെ ചിന്തകൾക്കൊരു പുതിയ ദിശാബോധം വന്നു തുടങ്ങി. ഇതൊരു സാധാരണ സംഭവമല്ല. താൻ മരിക്കാതിരുന്നത് വെറുമൊരു ശാരീരികമായ കാരണം കൊണ്ടല്ല. ഇതിനു പിന്നിൽ മറ്റെന്തോ ഉണ്ട്. ഒരുപക്ഷേ അതൊരടയാളമായിരിക്കാം. താൻ മരിക്കാൻ പാടില്ല എന്ന് ഈ ലോകം തനിക്ക് നൽകുന്ന ഒരു സന്ദേശം. ദൈവം അല്ലെങ്കിൽ മറ്റേതോ അദൃശ്യശക്തി തനിക്ക് രണ്ടാമതൊരവസരം നൽകിയിരിക്കുകയാണ്. ആ ചിന്ത ഒരു തീപ്പൊരി പോലെ അയാളുടെ തളർന്ന മനസ്സിൽ വീണു. താൻ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു ഭീരുത്വമായിരുന്നു. സഹാറയോടല്ല, തന്നോട് തന്നെയാണ് താൻ തോറ്റത്. പക്ഷേ ഇപ്പോൾ ഈ പുലരി, ഈ രണ്ടാമത്തെ അവസരം, ഇത് പാഴാക്കാൻ പാടില്ല. ആ നിമിഷം ആ തകർന്ന പള്ളിയുടെ തറയിൽ കിടന്നുകൊണ്ട് മൗറോ പ്രോസ്പെറി ഒരു തീരുമാനമെടുത്തു. താൻ ഇനി മരണത്തെ തേടി പോവില്ല.
മരണം തന്നെ തേടി വരികയാണെങ്കിൽ അവസാനത്തെ ശ്വാസം വരെ താൻ അതിനോട് പോരാടും. താൻ ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു കടക്കും, ജീവനോടെ. അതൊരു പുതിയ തുടക്കമായിരുന്നു. പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം പോലുമില്ലാത്തിടത്ത് സ്വന്തം മരണത്തെ അതിജീവിച്ച ഒരു മനുഷ്യന്റെ അടങ്ങാത്ത ഇച്ഛാശക്തിയുടെ ഉദയം. അയാൾ തന്റെ യാത്രാമൊഴി എഴുതിവെച്ച കാർഡ്ബോർഡ് കഷ്ണം തിരിച്ചെടുത്തു. അത് കീറിക്കളഞ്ഞില്ല, മറിച്ച് തന്റെ ബാഗിൽ സൂക്ഷിച്ചുവച്ചു. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, താൻ എത്രത്തോളം തകർന്നുപോയിരുന്നു എന്നതിന്റെ. വിറയ്ക്കുന്ന കൈകൾ നിലത്തൂന്നി അയാൾ സർവശക്തിയുമെടുത്ത് എഴുന്നേറ്റു നിന്നു. കാലുകൾക്ക് ബലമില്ലായിരുന്നു, തല കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കമുണ്ടായിരുന്നു. അയാൾ ആ മറാബൂട്ടിന്റെ വാതിൽക്കലേക്ക് നടന്നു. പുറത്ത് സഹാറ ഒരു മാറ്റവുമില്ലാതെ പരന്നുകിടക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിന് നോക്കിയപ്പോൾ അയാൾക്ക് ഭയം തോന്നിയില്ല, മറിച്ച് ഒരു ബഹുമാനം തോന്നി. തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച എതിരാളിയോടുള്ള ബഹുമാനം. നീ എന്നെ തോൽപ്പിച്ചില്ല, അയാൾ മരുഭൂമിയെ നോക്കി മന്ത്രിച്ചു. കളി ഇനിയും കഴിഞ്ഞിട്ടില്ല. ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ പോരാട്ടത്തിന് തയ്യാറായി മൗറോ പ്രോസ്പെരി ആ ശവകുടീരത്തിൽ നിന്ന് പുറത്തേക്ക് വീണ്ടും ആ കത്തിജ്വലിക്കുന്ന സൂര്യനു കീഴിലേക്ക് കാലെടുത്തു വെച്ചു. ആ പഴയ മരാബൌട്ടിന്റെ പടിയിറങ്ങുമ്പോൾ മൗറോ പ്രോസ്പെരി ഒരു പുതിയ മനുഷ്യനായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ എന്ന ആശയത്തിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. അയാളുടെ ലക്ഷ്യമിനി മത്സരത്തിന്റെ ഫിനിഷിംഗ് ലൈൻ ആയിരുന്നില്ല, മറിച്ച് ജീവിതമെന്ന മഹായുദ്ധത്തിൽ ഒരു ദിവസം കൂടി പിടിച്ചു നിൽക്കുക എന്നത് മാത്രമായിരുന്നു. മുൻപത്തെപ്പോലെ ഒരു ദിശ നിർണയിച്ച് അങ്ങോട്ട് ഓടുകയായിരുന്നില്ല അയാൾ, മറിച്ച് ഒരു മൃഗത്തെപ്പോലെ സഹജവാസനയെ മാത്രം ആശ്രയിച്ചയാൾ നടന്നു. അയാളുടെ നിയമങ്ങൾ മാറിയിരുന്നു. ഇപ്പോൾ അയാളുടെ കണ്ണുകൾ തിരഞ്ഞത് വഴിയടയാളങ്ങളെയല്ല, മറിച്ച് ജീവന്റെ നേരിയ തുടിപ്പുകളെയാണ്. വരണ്ട മണലിൽ കാണുന്ന പച്ചപ്പിന്റെ ഒരു ചെറിയ തുണ്ട്, ഒരു ചെടിയുടെ ഉണങ്ങിയ തണ്ട്, അതെല്ലാം അയാൾക്ക് നിധി പോലെയായിരുന്നു. അയാൾ ഒരു ഉണങ്ങിയ ചെടിയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് കത്തിയുടെ അഗ്രം കൊണ്ട് മണൽ മാന്തി അതിന്റെ വേരുകൾ പുറത്തെടുത്തു. അവ മരക്കഷ്ണം പോലെ കട്ടിയുള്ളതായിരുന്നു. അയാളത് വായിലിട്ട് ചവയ്ക്കാൻ തുടങ്ങി. അതിനൊരു രുചിയുമുണ്ടായിരുന്നില്ല, മരക്കരി ചവയ്ക്കുന്നതുപോലെ. പക്ഷേ മണിക്കൂറുകൾ നീണ്ട ആ ചവയ്ക്കലിനൊടുവിൽ അതിൽ നിന്നൊരിറ്റ് നേർത്ത കയ്പുള്ള ഒരു നീര് ഊർന്നിറങ്ങി. ആ ഒരൊറ്റ തുള്ളി അയാളുടെ വരണ്ട തൊണ്ടയ്ക്ക് നൽകിയ ആശ്വാസം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. അതായിരുന്നു അയാളുടെ പുതിയ ഭക്ഷണം, പുതിയ വെള്ളം. ദിവസങ്ങൾ കടന്നുപോയി, അതോ ആഴ്ചകളോ? അയാൾക്ക് കാലബോധം നഷ്ടപ്പെട്ടിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അയാൾ നടക്കാൻ തുടങ്ങും. അത് മഥയുടെ മുകളിൽ കത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും പാറയുടെയോ കുന്നിന്റെയോ തണലിൽ തളർന്നു കിടക്കും. സൂര്യൻ അസ്തമിക്കുമ്പോൾ വീണ്ടും യാത്ര തുടരും. ദിവസവും യാത്രയും തമ്മിലുള്ള വ്യത്യാസം മാഞ്ഞുപോയി. ചൂടും തണുപ്പും മാത്രമായി കാലം ചുരുങ്ങി. ഒരു ദിവസം ഒരു പാറക്കല്ല് മറിച്ചിട്ടപ്പോൾ അതിനടിയിൽ നിന്ന് ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നതയാൾ കണ്ടു. പഴയ മൗറോ ആയിരുന്നെങ്കിൽ ഭയന്ന് പിന്നോട്ടു മാറുമായിരുന്നു. പക്ഷേ ഈ പുതിയ മനുഷ്യൻ ഭയന്നില്ല. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അയാൾ അതിന്റെ തലയിൽ ആഞ്ഞു കടിച്ചു. ആ ജീവനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ അയാൾ ആ പാമ്പിനെ കീഴടക്കി. അതിന്റെ തലയും വാലും മുറിച്ചുകളഞ്ഞ് പച്ച മാംസം അയാൾ കീറി മുറിച്ചു തിന്നു. രക്തം ഒരു തുള്ളി പോലും പാഴാക്കാതെ അയാൾ ഊറ്റിക്കുറിച്ചു. അതുപോലെ മണലിലൂടെ ഓടിമറയാൻ ശ്രമിച്ച പല്ലികളെയും പ്രാണികളെയും അയാൾ വേട്ടയാടി പിടിച്ചു ഭക്ഷിച്ചു. പ്രകൃതിയുടെ പച്ചയായ നിയമങ്ങൾ അയാൾ പഠിച്ചിരുന്നു. ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഒന്നുകിൽ ഭക്ഷിക്കുക, അല്ലെങ്കിൽ ഭക്ഷണമായി തീരുക. ഈ അതിജീവനം അയാളുടെ ശരീരത്തെ മാറ്റിമറിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും അയാൾ മെലിഞ്ഞുണങ്ങി. ഏകദേശം 15 കിലോയിലധികം ഭാരം അയാൾക്ക് നഷ്ടപ്പെട്ടു. അയാളുടെ വസ്ത്രങ്ങൾ ഒരു കൊടിമരത്തിലെ തുണി പോലെ ശരീരത്തിൽ തൂങ്ങിക്കിടന്നു. കണ്ണുകൾ കുഴിഞ്ഞ്, കവിഴെല്ലുകൾ തള്ളി. അതൊരു മനുഷ്യന്റെ മുഖമാണെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നു. സൂര്യൻ അയാളുടെ തൊലിയെ കശാപ്പു ചെയ്തു. അത് കരിവാളിച്ച് ഉണങ്ങിയ മണ്ണുപോലെ വിണ്ടുകീറി. ചുണ്ടുകൾ പൊട്ടി രക്തം പൊടിഞ്ഞു. ഓരോ ചലനവും വേദന നിറഞ്ഞതായിരുന്നു. കൈത്തണ്ടിലെ ഉണങ്ങിയ മുറിവുകൾ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നീറി. പക്ഷേ ശരീരം തളരുമ്പോഴും അയാളുടെ മനസ്സ് തളർന്നില്ല. അതൊരു അത്ഭുതമായിരുന്നു. വേദനയെ ഒരു കൂട്ടുകാരനെപ്പോലെ അയാൾ കൂടെ കൊണ്ടു നടന്നു. അതയാളുടെ ശരീരത്തിന്റെ ഭാഗമായി മാറി. ചിലപ്പോൾ അയാൾ സ്വയം സംസാരിക്കും, സിൻസിയയോട്, മക്കളോട്. അതൊരു ഭ്രാന്തായിരുന്നില്ല, മറിച്ച്
ആ കൊടും ഏകാന്തതയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗമായിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം സഹാറയുടെ ആ അനന്തമായ മണൽപ്പരപ്പിലൂടെ ഒരു പ്രേതം പോലെ അയാൾ അലഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ, എത്ര ദൂരം പോയെന്നറിയാതെ, നാളെയെന്നൊന്നുണ്ടോ എന്നുപോലും അറിയാതെ, ജീവൻ എന്ന നേർത്ത നൂലിൽ മാത്രം പിടിച്ചു തൂങ്ങി നടക്കുന്ന ഒരു പ്രേതം. അയാൾ സഹാറയുടെ ഭാഗമായി മാറുകയായിരുന്നു. അതിന്റെ ചൂടും തണുപ്പും ക്രൂരതയും നിശബ്ദതയുമെല്ലാം അയാളിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ശരീരം അതിന്റെ പരിധികളുടെ അവസാനത്തെ അതിരുകളും ഭേദിക്കുമ്പോൾ മനസ്സ് അതിൻ്റേതായ ഒരു ലോകം സൃഷ്ടിക്കാൻ തുടങ്ങും. മൗറോ പ്രോസ്പെരിക്ക് സംഭവിച്ചതും അത് തന്നെയായിരുന്നു. പട്ടിണിയും കഠിനമായ നിർജ്ജലീകരണവും അയാളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങി. യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്തുനേർത്ത് ഇല്ലാതായി. അയാളുടെ ഏകാന്തമായ യാത്രയിൽ ഇപ്പോൾ പുതിയ കൂട്ടുകാർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ചിലപ്പോൾ തൊട്ടുമുന്നിലൊരു മണൽക്കുന്നിന്റെ മുകളിൽ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിൽക്കുന്നത് അയാൾ കാണും. അയാൾ കൈവീശി മൗറോയെ വിളിക്കും. "ഇങ്ങോട്ട് വാ മൗറോ, ഇവിടെ വെള്ളമുണ്ട്." ആവേശത്തോടെ മൗറോ ആ കുന്നോടി കയറുമ്പോൾ അവിടെ മണൽക്കാറ്റ് വീശുന്നതല്ലാതെ മറ്റൊന്നും കാണില്ല. ആ സുഹൃത്തൊരു മരീചിക പോലെ വായുവിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവും.